എനിക്ക്. കുറ്റം പറയിപ്പിക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയ പോലെയുള്ള നീ സംസാരിക്കണത്. കൊള്ളാലോ. ഒരു കണ്ടന്റ് അടുത്ത നാളെ ക്യാപ്ഷൻ കൊടുക്കാൻ ആരതി ഇവിടെ നടൻ വിജയ് കൃഷ്ണൻ ആ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഇതിനല്ലേ സാജോട്ടൊക്കെ നോട്ടം കണ്ടിട്ട് നോക്കിയാ നിങ്ങളെ. നോണ എന്നല്ല സത്യം പറയുന്നത്. സത്യമായിട്ട് സത്യം പറഞ്ഞ് സാധിച്ചേട്ടൻ വന്നപ്പോ കഴിഞ്ഞു. സിനിമയ്ക്ക് വേണ്ടി എന്റെ തേഴ്സ് മുതൽ ഉപേക്ഷിച്ചത്. അല്ല ഇത് ട്രോളിങ്. ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പൊ ഒരുപാട് ക്രൈസിസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് വാർത്തകൾ കാണുന്നുണ്ടാവും. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് പുതുതായിട്ട് വരുന്ന തലമുറ, നിങ്ങളെപ്പോലെയുള്ള ആക്ടേഴ്സിനെ എങ്ങനെ? കാരണം പുതുതായിട്ട് ഇപ്പം ഒരു ഫാമിലി നിന്നിട്ട് ഞാൻ സിനിമയാണ് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പോകരുത്, സിനിമ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഓൾറെഡി നെഗറ്റീവാണ് അവർക്ക് തോന്നുന്നത്. എന്താണ് അവരോട് പറയാനുള്ളത്? സിനിമ എന്ന് പറയുമ്പോൾ ശരിക്കും പറയാം പേടിയാണോ തോന്നുന്നുണ്ട്, അത് പാഷനേറ്റ് ആണോ, ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണോ? ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ NB ഹിയർ. പ്രതിഭ ട്യൂട്ടോറിയൽ സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ രണ്ട് അതിഥികൾ ചേരുന്നു. നമസ്കാരം. എന്തൊക്കെയുണ്ട്? അതായത് പ്രതിഭ ട്യൂട്ടോറിയൽ ടൈറ്റിലേക്ക് പറഞ്ഞാൽ അറിയാം, ഒരു വിന്റേജ് മോഡലുള്ള ഒരു പടമാണെന്നൊരു ഫീലിംഗ് ഉണ്ട്. ശരിക്കും അങ്ങനെയാണോ? ഫസ്റ്റ് ഒരു ഗോൾ അടിച്ചാൽ അതിന്റെ അവിടെ പോയി പിന്നെയും ഗോൾ അടിക്കാൻ പാടില്ല. തുടങ്ങി. പ്രതിഭ ട്യൂട്ടോറിയൽസ് ലൈക്ക് ഒരു എല്ലാവരും പോസ്റ്റേഴ്സ് ആണ്. ഇല്ല അങ്ങനെയൊന്നുമില്ല, ഇത് കരുതിക്കൂടി തന്നെ ട്രോളാൻ വേണ്ടി വന്നിരിക്കുകയാണ് തോന്നുന്നു. ഇല്ല, നമ്മുടെ പോസ്റ്റർ കണ്ടാൽ തന്നെ അറിയാം അതിൽ ആർട്ടിസ്റ്റ് അറിയാം. പോസ്റ്റർ കണ്ടാലും എന്താ പറയും? ഇതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേ. ഒരു ആങ്കർ ചോദിക്കുമ്പോ അയാൾക്ക് വ്യക്തമായിട്ട് ലെജൻഡ് ആയിട്ടുള്ള ആളാണ് ഇതിലുള്ളത്. അതൊക്കെ അവർക്ക് അറിയുന്ന അറിയാത്ത പോലെ. സുധീഷ് ചേട്ടനും നിർമ്മൽ ചേട്ടനോട് ഭരതനും പ്രദീപൻ എന്ന് പറഞ്ഞിട്ടൊരു ആ രണ്ട് ഭരതത്തിന്റെ ഇതിന് ഞാൻ ഇരിക്കുന്നില്ല, ഇതിനൊക്കെ മക്കളുടെ കൂടി ട്രോളുന്നു. ചേട്ടാ പിന്നെ അടുത്ത സിനിമയോടെ വിളിക്കണ്ടോന്ന്. അല്ല അപ്പൊ ആ ഒരു സിനിമയുടെ കൈൻഡ് ഓഫ് ഒരു ചേട്ടാ ഒരു കോമഡി എന്റർടൈനർ മൂവിയാണ്. നല്ല വൈബാണ്. ഈ വൈബിനെ കൊണ്ട് എനിക്ക് വൈബോണ്ട് വയ്യണ്ടായി. ഒരു കോമഡി, പക്കാ കോമഡി മാത്രമല്ല, ഒരു കോളേജ് ഇപ്പൊ ഇന്നത്തെ കാലത്തുള്ള ഒരു ജനറേഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും തിയേറ്ററിൽ പോയിട്ട് നല്ലോണം വിശ്വസിച്ച് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പിന്നെ ഇതിന് മ്യൂസിക്സും 2 സോങ്സും ഉണ്ട് ഞങ്ങക്ക്. ഒരു പള്ളി സോങ്, പിന്നെ ഒരു 3-4 സോങ്സ് ഉണ്ട്. അതില് ഈ 2 സോങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൊമാൻറ്റിക് കൈൻഡ് ഓഫ് ഒരു ഫീൽ, ഒരു ചർച്ച സോങ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വൈബ് വരുന്ന മൂവിയാണ്. വിജയേട്ടാ എങ്ങനെയുണ്ട് നമ്മളെ കക്ഷി? ആരതി എങ്ങനെയുണ്ട്? പുതിയ കൊച്ചാണല്ലോ, ആദ്യമായിട്ട് എങ്ങനെയുണ്ട്? അതിനെ കുറിച്ച് ഞാൻ ഭയങ്കര വലിയ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആർട്ടിസ്റ്റ് ഒന്നല്ലല്ലോ. അപ്പൊ അത് ഓൾറെഡി സീരിയസ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറയും. ബാക്കി ഞാൻ പറയുന്നതിനേക്കാൾ അവർ മനസ്സിലായില്ല. ആ ഒരു ടോണെന്ന കാര്യമാണ്. അല്ല, ആരതി അടിപൊളിയാണ്. ആരതി ആദ്യമായിട്ട് ചെയ്ത സിനിമയാണത്. അതിനുശേഷം ഇപ്പം രണ്ട് സിനിമകൾ ചെയ്തു. പക്ഷെ ആദ്യമായിട്ട് ചെയ്ത സിനിമയുടെ ഒരു എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു ഫ്രണ്ട്ഷിപ്പും അവിടുത്തെ ഒരു കൂട്ടുകൂടലും ആ പരിപാടികളും ഒക്കെ എൻജോയ് ചെയ്ത് വന്നൊരു ആർട്ടിസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇനി മുന്നോട്ടുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ താരചാടകളൊന്നും ഇല്ലാതെ ആൾക്കാരെ ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് തീർക്കാം. ക്യാമറ ഉള്ളത് കൊണ്ടാണ്. അപ്പം എന്താ പറയാ, നല്ല രീതിയിൽ വരട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ വിജയേട്ടൻ എങ്ങനെയുണ്ട്? സെറ്റിലൊക്കെ ഉണ്ട്? ആള് ഭയങ്കര കൂളാണ്, പുറമെ നടക്കുന്ന എല്ലാവരായിട്ട് കമ്പനി ആവുന്ന ഒരാളല്ല, ആൾ അടിപൊളിയാണ്. സെറ്റിലൊക്കെ എങ്ങനെയാണ്? അടിപൊളിയാണ് ആള് എനിക്കൊരു എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അഡ്വെഞ്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങള് ലൊക്കേഷൻ സമയത്ത് തന്നെ ഒരു ഇൻസിഡന്റ് ആയി. ഞാനും അമ്മയും ചേട്ടനും പിന്നെ ഞങ്ങളുടെ ആ സിനിമയിലെ 2-3 ആൾക്കാരോട് ഞങ്ങൾ കാറിലൊരു ഡ്രൈവ്. പുള്ളി ഞാൻ പറഞ്ഞ പുള്ളി പറയുന്നത് എനിക്ക് നല്ലത് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു അവന് ഓടിച്ച ആൾക്ക് കുറച്ച് ടെൻഷനായിട്ട് അവൻ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിനാകെ ഡ്രൈവിംഗ് അറിയാന്നുള്ളത് എനിക്ക് അറിയത്തില്ല, അന്ന് പുള്ളിക്കും പറ്റത്തില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ അവനിങ്ങനെ കയറ്റത്തോണ്ട് നടത്തി. അപ്പൊ പുള്ളി എനിക്ക് അതാണ് വിജയേട്ടനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ളൊരു സ്ലോപ്പാണ്. അപ്പൊ ആ കയറ്റത്തിന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ നിൽക്കുക, വിട്ടാ ആ ഒരു ബ്രേക്ക് പോയാൽ നമ്മൾ നേരെ താഴേക്ക് വന്ന് പോയി. അത് ചെറിയ റോഡാ. അപ്പൊ ആ സമയത്ത് പുള്ളി ഫ്രണ്ട് സീറ്റ് ഇരിക്കുക, സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാണ്ട്
ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനും അമ്മയൊക്കെ ചാടി ഇറങ്ങി, ഞാനും ചാടി ഇറങ്ങി പുറത്ത്. എന്നിട്ട് എന്ന് വെച്ചാൽ ഞാനവിടെ കുറച്ച് പേര് എന്നിട്ട് പറഞ്ഞു, അവൻ പറഞ്ഞു ഇറങ്ങുക, എങ്ങനെയും ഇറങ്ങുക. എന്നിട്ട് വേറൊരാളൊന്ന് ശരിയാക്കി. വിജയേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് ടെൻഷനോ അല്ലെങ്കിൽ എനിക്ക് അത് കണ്ടപ്പോ എനിക്ക് തോന്നി നമ്മുടെ ലൈഫിൽ എന്തൊരു പ്രതിസന്ധി വന്നാലും അത് പറ്റും. പുള്ളി അങ്ങനെ പറഞ്ഞാണ്, നീ സമാധാനമായിട്ട് ചെയ്യും, അടുത്ത ആരെങ്കിലും വിളിക്ക് പോയിട്ട്. പിന്നെ അവിടെ ഏരിയയിലുള്ള ഒരാൾ വന്നിട്ടാണ് പുള്ളി അവിടെ തന്നെ ഇരുന്നത്. ആ കാറിൽ നിന്ന് ആ വണ്ടി താഴേക്ക് എടുക്കുന്ന ഒരു പുള്ളി ഇറങ്ങിയിട്ടില്ല. ഞാൻ ബാക്കി പറയട്ടെ, താഴേക്ക് ഇറങ്ങാൻ പറ്റണ്ടേ? പെട്ടുപോയാ പിന്നെ വേറെന്ത് ചെയ്യാനാണ്? ആ അവസ്ഥയാണ് അവൻ കൊണ്ടേ നിർത്തിയത്. എല്ലാരും ചാടി ഇറങ്ങി. മീൻസ് 4 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നെ കൂടാതെ. എല്ലാരും ഇറങ്ങിപ്പോയി. ഇതിപ്പം ഇങ്ങനെ നിൽക്കണ വണ്ടി. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ആവണ്ടേ? അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് നിൽക്കണം, കോൺഫിഡന്റ് ആണ് നിൽക്കണം എന്ന് പറയുന്നത് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഞാൻ സേഫ്, പ്രശ്നമില്ല, ശരിയാവും. അപ്പുറത്ത് ആരെങ്കിലും പോയി വിളിച്ചിട്ട് ഒരു മനുഷ്യനോട് എങ്ങനെ ഇരിക്കുന്നു ജീവൻ കയ്യിൽ വെച്ചിട്ട്. അത് വലിയ വണ്ടി, പുള്ളി ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ തമാശക്ക് പറഞ്ഞാണെങ്കിൽ പോലും നമ്മളെ ലൈഫിൽ ഇങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിപ്പോ ഒരു എന്താ പറയാ, ഒരു വണ്ടികൾ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഹ്യൂമറായിട്ട് പറഞ്ഞു പ്രതിസന്ധികൾ എന്ന് പറയാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അത് കോൺഫിഡന്റ് ആയിട്ട് തരണം ചെയ്തിട്ടുണ്ടോ എന്നും വിശ്വസിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു വ്യക്തിയായിട്ട് നിൽക്കാനും പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും നല്ലൊരു പോയിന്റാണ്. കാരണം ഒരാളെ ഇൻസ്പയർ ചെയ്യാന്ന് പറയാൻ വലിയൊരു കാര്യം തന്നെയാണ്. സീരിയസ്ലി പുള്ളി എന്നെ ഇൻസ്പയർ ചെയ്തു. കാരണം ഞാൻ ആസ് എ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ആസ് എ ആർട്ടിസ്റ്റ് നമുക്ക് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അപകടങ്ങൾ എല്ലാത്തിലും പറ്റും. എന്നാലും കുറച്ച് നമ്മളിപ്പോ എന്തെങ്കിലും അഡ്വഞ്ചർ ആയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ പുള്ളി അത് ഓഫ് സ്ക്രീനോ അത് ഷൂട്ടിന് വേണ്ടി പോലും അല്ല, ലൈഫിൽ പെട്ടെന്നുണ്ടായ ഒരു ഇൻസിഡന്റ്, ഒരു വിധത്തിലുള്ള സേഫ്റ്റി ഇല്ല, ഒന്നുമില്ല. അത് അവനോ ഏതോ ഒരു ചെറിയ കുട്ടിക്കൊണ്ടിരിച്ചു നമ്മളിങ്ങനെ പെട്ടിരിക്കുന്നു. ഭയങ്കര ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ അത് ചേട്ടൻ നോക്കുമ്പോ എന്ത് എനിക്ക് രാത്രി കറങ്ങാനും നട്ടപ്രതിക്ക് ഫുഡ് കഴിക്കാനും അല്ല, എന്നിട്ട് തിരിച്ച് വണ്ടി ഇറക്കിയല്ലോ. ഫുഡ് വേണോ? ആർക്കും ഫുഡ് വേണ്ട, വേറെ റൂമിൽ വേണ്ട, വിശപ്പൊക്കെ പോയി. ശരിക്കും ആദ്യത്തെ പടം എന്ന് പറയുന്നത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ ഒരുപാട് കൊതിച്ചിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കും നമ്മുടെ ഫേസ് സ്ക്രീനിൽ കാണുന്ന, ഒരുപാട് കൊതിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യത്തെ പടം ഒരുപാട് ഡ്രീം ആയിരിക്കും, ഒരുപാട് നല്ല മാജിക്കൽ മൊമെന്റ്സ് ഉണ്ടായിക്കാണ്. ഈ സിനിമയിലെ ഒരു മാജിക്കൽ മൊമെന്റ് എന്തായിരിക്കും? ഒരു മാജിക്കാണ് ഇരിക്കുന്നത്. അല്ല, തീർച്ചയായും ചേട്ടനൊക്കെ പോലുള്ള ആൾക്കാരായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ പരിചയപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവരൊക്കെ ചെറിയ ചെറിയ കീ നോട്ട്സ് വരും നമുക്ക്. ഇപ്പൊ ആക്ടിങ് സമയത്ത് മാത്രമല്ല, അല്ലാതെ നമ്മുടെ ലൈഫിൽ ഇപ്പൊ പുള്ളി പറയുന്നത് എനിക്കൊരു പുള്ളി നല്ലൊരു മോട്ടിവേറ്റർ ആണ്. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ചേട്ടനൊക്കെ ഒരു വിധത്തിലും ഒന്നിനും ഞാൻ താന്നു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ അച്ചീവ് ചെയ്ത് പോകുന്നതാണ്. എല്ലാവരും എന്റെ മുന്നിൽ താഴണം, വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം അല്ല, ഭയങ്കര സംഭവം. കാരണം ഇപ്പൊ എനിക്കൊക്കെ ചിലപ്പോ എന്തെങ്കിലും ഒരു ചെറിയ പിമ്പിൾ ഒന്നല്ലോ അതിനോ നമ്മൾ അത്ര കോൺഷ്യസ് ആവും. പക്ഷെ പുള്ളിയൊക്കെ അത്ര ഭയങ്കര രീതിയിലാണ് എന്താ പറയാ മോട്ടിവേഷൻ നമുക്കൊക്കെ തരുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു മാജിക്കൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ സിനിമയ്ക്ക് ഓഡിഷന് എനിക്ക് തോന്നുന്നു ഇപ്പൊ സാർ അഭിലാഷ് സാർ പറഞ്ഞപ്പോൾ ഡയറക്ടർ സാർ പറഞ്ഞപ്പോ 7000 പേരിന് മേളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ഞാൻ ബാംഗ്ലൂരായിരുന്നു, ഞങ്ങൾ ബാംഗ്ലൂരാണ് സെറ്റിലായിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവിടുന്ന് ഒരു ചെറുപ്പുള്ളി ഞങ്ങൾക്ക് ഒരു വീഡിയോ കോൾ ചെയ്യുന്നത്. ഓഡിഷൻ അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ഒരു കോളേജ് യൂണിഫോം, അവിടെ നമുക്ക് റെഗുലർ യൂണിഫോം ഉണ്ട്, കോട്ടൺ സൂട്ടൊക്കെ ആയിട്ടുള്ള, അതിട്ടിട്ടാണ് പുള്ളി അത് കണ്ടത്. പുള്ളി കോൾ കിട്ടിയതു. അടുത്ത സമയം നമ്മുടെ പ്രൊഡ്യൂസർ സാറ് ശ്രീലാൽ സാർ വിളിച്ചു, യു ആർ സെലക്ടഡ്, വരൂ എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ നേരെ പോകുന്നത് വർക്ക്ഷോപ്പിനാണ്. അപ്പൊ അധികം കഷ്ടപ്പാടില്ലാണ്ടാണ്, അതെന്ന് വെച്ചാൽ വലിയ ക്ലിപ്പിംഗ്സോ അല്ലെങ്കിൽ ഓഡിഷനോ ഒന്നും കൊടുത്തിട്ടില്ല. ആ ഒരു വീഡിയോ കോൾ തന്നെയായിരുന്നു സെലക്ഷനിലേക്ക് എത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ ചേട്ടന് ഇപ്പൊ പുറത്തൊരു എട്ടപ്പരുണ്ട്, നന്മവരമെന്ന് ഉള്ളതാണോ? ഈ സമയത്ത് അതെന്താ ചെല്ലും, ഈ നന്മമരം എന്ന് പറയണത് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ട്രോളാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് മാറിയിട്ടുണ്ട് പല രീതിയിലും. അപ്പം അത്തരം വാക്കുകളൊന്നും വലിയ കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് സാജോട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാണുന്ന, നമുക്ക് ചുറ്റും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതുമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെയും കൂടി ഇൻസ്പയർ ആവും. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക്
എനിക്ക് തോന്നുന്നു ഒരു 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 നേരത്തെ ഫുഡ് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയാൽ തന്നെ അതൊരു ചെറിയ കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്റെ ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ വെച്ചിട്ട് ഒരു പക്ഷെ അതിന് പറ്റുമായിരിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ ഇത്തരം വാക്കുകൾ യൂസ് ചെയ്യുന്ന വലിയ കാര്യമൊന്നുമില്ല. ചുമ്മാ പറയണതാണ്. ആളുകൾ നോക്ക് സാധിക്കും. ശരിക്കും ഈ സിനിമയുടെ പ്രത്യേകത ഒരുപാട് ഹ്യൂമർ ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാർ ഈ സിനിമയിലുണ്ട്. നമ്മുടെ സാജോട്ടൻ, നിർമ്മലേട്ടൻ, സുധീഷ് ചേട്ടൻ, ആൽത്താഫ്, ജോണി ചേട്ടൻ, ഒരുപാട് പേരുണ്ട്. സിനിമ കാണുന്നവർക്ക് ഒരു പ്രതീക്ഷയാണ് ഇത്രയും പേരുണ്ട്. അപ്പൊ എന്താ ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ. അങ്ങനെ ശരിക്കും അത് തന്നെയാണോ? അതാണല്ലോ. എല്ലാരും നമ്മളെ എല്ലാ സിനിമകളിലും ചിരിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ജോണി ആന്റണി സാർ ആയാലും, സുധീഷ് ചേട്ടനായാലും, നിർമ്മലേട്ടനായാലും, വിജയേട്ടൻ ആയാലും എല്ലാരും. അപ്പൊ സാജു ചേട്ടനൊക്കെ ഇന്റർവ്യൂല് വരെ ചിരിപ്പിക്കായിരുന്നു. ലാസ്റ്റ് ഇന്റർവ്യൂലൊക്കെ അങ്ങനെയായിരുന്നു. ഫുള്ള് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി മൂവി തന്നെയാണ്. ഏത് പ്രായക്കാർക്കും കാണാൻ പറ്റും. എല്ലാം നന്മ പറഞ്ഞു കുറ്റം പറയുവാണെങ്കിൽ പറയാം. ആരെ? വിജയേട്ടൻ ആരതിന്റെ ഒരു കുറ്റം പറ, ആരതി വിജയേട്ടൻ ഒരു കുറ്റം പറ. ഒരു എപ്പിസോഡിൽ തീരില്ലടാ. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ എടുക്കുക. നിങ്ങളെ സമയം നിന്റെ കാര്യം പറഞ്ഞേ, എന്റെ കാര്യമല്ല പറഞ്ഞേ. കുറച്ച് ദിവസങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കേണ്ടി വരും. ഇല്ല, എനിക്കങ്ങനെ പുള്ളിയുടെ അങ്ങനെ നെഗറ്റീവ് സൈഡ് ഒന്നും തോന്നിയിട്ടില്ല. കാരണം കുറച്ച് നമ്മള് അത്യാവശ്യം 10-15 അല്ല 30 ദിവസത്തെ അതിൽ കൂടുതലുണ്ടായിരുന്നു സെറ്റില്. പുള്ളിയുടെ അടുത്ത് എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് ഇതുവരെയൊക്കെ ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പ്ലസ് കണ്ടിട്ടുള്ളൂ. ഒരു വ്യക്തിയുടെ അടുത്ത് എന്തായാലും കുറവുണ്ടാവും, പക്ഷെ പുള്ളിയുടെ ഒരു കുറവ് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് ഭയങ്കര പോസിറ്റീവ് ആണ് ആള്. പിന്നെ നേരത്തെ സാധിച്ചേട്ടൻ പറഞ്ഞ പോലെ ആളുടെ അമ്മയെ കുറിച്ചൊക്കെ നമുക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു, ഷെയർ ചെയ്യായിരുന്നു. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ആളുടെ അടുത്ത് പ്ലസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഒരു നമ്മളിപ്പോ ഭയങ്കര ഡൗൺ ആയിട്ട് സെറ്റിലൊക്കെ എനിക്ക് ഒരുപാട് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും വയ്യായികയോ അല്ലെങ്കിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓടിച്ചെന്നിട്ട് വിജയേട്ടൻ്റെ അടുത്ത് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിവിടെ മാറിയിരിക്കുവാണ് ഒറ്റയ്ക്ക്. ഒരു എക്സാമ്പിൾ ആയിരുന്നു, ഞാൻ ഒരിടത്ത് മാറിയിരിക്കുവായിരുന്നു. പുള്ളി ഇങ്ങനെ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ഹേയ് ബാ പറഞ്ഞു. അപ്പൊ പോകുമ്പോ ഇങ്ങനെ നോക്കിട്ട് ഇരിക്കും പറഞ്ഞു, ഇരിക്കും. എന്നിട്ട് പുള്ളി അങ്ങനെ എന്തെങ്കിലും പുള്ളിയുടെ ജീവിതത്തെ ലൈക്ക് മുമ്പത്തെ കഥകളോ അല്ലെങ്കിൽ ഇപ്പത്തെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് വൈബ് വരുന്ന നമ്മുടെ ആ മൂഡ് മാറ്റി നമ്മളെ ചിരിപ്പിച്ചിട്ട് അവിടെ നിന്ന് വിട്ടുള്ളൂ. അങ്ങനെ ഒരു സംഭവമാണ്. എനിക്ക് ഇതുവരെയ്ക്കും ഒരു പുള്ളിയുടെ നെഗറ്റീവ് ഇല്ല. ഐ തിങ്ക് ഇവരെല്ലാരും എന്റെ ഏജില് ഇവരെല്ലാരും എന്റെ ജൂനിയേഴ്സാ, ഈ പുതിയ ആൾക്കാരായിട്ട് വന്ന ആൾക്കാരൊക്കെ. അപ്പൊ ഇവരുമായിട്ട് കുറെ കാര്യങ്ങൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ, റൂമിലിരിക്കുമ്പോൾ, പിന്നെ ഷൂട്ട് കഴിഞ്ഞ ശേഷം ഇവർ പലരും കോണ്ടാക്ട് ചെയ്യുമ്പോഴൊക്കെ. അപ്പൊ എനിക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ഷെയർ ചെയ്യുക. ഇവരുടെ ചില വിഷമങ്ങളൊക്കെ എന്താ പറയാ, ഇപ്പൊ ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളൊക്കെ ഉണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അവരൊക്കെ ഈ പറഞ്ഞ പോലെ ചില വിഷമങ്ങളൊക്കെ സിനിമയുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും, പല വിഷമങ്ങളും ഉണ്ടാവും, പല വേദനകളും ഉണ്ടാവും, പല നെഗറ്റീവുകളും ഉണ്ടാവും. ബട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഒരു ലൈഫിലും കുറെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. നടക്കൂല, ഒരു എപ്പിസോഡിൽ തീരില്ല. അങ്ങനെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഇവരെല്ലാരുമായിട്ടുള്ള ഒരു ഹാപ്പി മൂഡ് ഉണ്ടായിരുന്നു. പിന്നെ നെഗറ്റീവുകൾ പറയാൻ ഉള്ള ഒരു വേദിയല്ലല്ലോ, പൊതുവായിട്ടുള്ള ഒരു വേദിയിൽ കയറിയിട്ട് ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ കുറെ ആളുകളെ കുറിച്ച് കുറ്റം പറയാനൊന്നും വേണ്ട. എന്നെ കുറ്റം പറയിപ്പിക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയ പോലെയുള്ള നീ സംസാരിക്കണത് കൊള്ളാലോ. ഒരു കണ്ടന്റ് നടൻ വിജയ് കൃഷ്ണൻ ആ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഇതിനല്ലേ കിട്ടൂല. എനിക്ക് വിഷമമില്ല പറഞ്ഞു. എന്നിട്ട് മാറിയെന്ന് കരയാനല്ലേ? എന്നിട്ട് പറഞ്ഞാലും പോസ്റ്റ് ഇടും. ഹാപ്പി വൈബ് ആവും, അത്രേ ഉള്ളൂ. പുള്ളി നമ്മളെ ലൈക്ക് സെയിം പുള്ളിയുടെ ഇത് വെച്ചിട്ടല്ല കേട്ടോ, നമ്മളെ സെയിം ഏജ് പോലെയായിരുന്നു നമ്മളൊക്കെ. ഞങ്ങളെ പിള്ളേരെ സെറ്റിന്റെ കൂടെ പുള്ളി എന്തായാലും നടക്കുന്നുണ്ടാവും, ഒരു ലീഡറിനെ പോലെ സെറ്റിനെ പോലെ. ഞാൻ 10-65 വയസ്സുള്ള ആളവരേക്ക് പറഞ്ഞു എല്ലാം പിടിച്ച് എന്തായാലും 10-60 വയസ്സുണ്ട്. അത് കുഴപ്പമില്ല, നമ്മള് കുറച്ച് പറയും 60 വയസ്സൊക്കെ ഉള്ളു. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. 6 വയസ്സുള്ള കുട്ടീനെ പോലെ നമ്മൾ ട്രീറ്റ് ആക്കി. നോർമലി നമ്മുടെ ട്യൂട്ടോറിയൽ കോളേജുകളിൽ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് നേരം 1 മണിക്കൂറിൽ 1 മണിക്കൂറൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ, ഓരോ സെക്ഷൻ പോലെയൊക്കെ ആയിരിക്കും.
അപ്പം വേറൊരു വൈബ് എന്ന് പറഞ്ഞാൽ പല കൂട്ടായ്മകളായിരിക്കും, ഓരോ സെറ്റ് ഓഫ് ഗ്യാങ്ങുകളായിരിക്കും വരുന്നത്. ചിലപ്പോൾ നല്ല നല്ല ലവ് സ്റ്റോറീസ് ഉണ്ടാവും, ചില നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും, ചിലപ്പോൾ നല്ല നല്ല എന്താ പറയുക ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെയൊക്കെ. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പഠനകാലത്ത് കാര്യമാണോ പറയുന്നത്? ഞാന് SLC എന്റെ SLC +2 ആ സമയത്താകുമ്പോഴേക്കും ട്യൂട്ടോറിയൽ സംവിധാനം ഇല്ല. പക്ഷെ പ്രൈവറ്റ് ഫേമിലാണ് ഞാൻ എക്സാം എഴുതിയത്. SLC എക്സാമിന്റെ സമയത്ത് അത്ഭുതദ്വീപ് ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് ഫിസിക്കലി ഒരു പ്രോബ്ലം ഉണ്ടായി, കാലിനൊരു പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രൈവറ്റായിട്ട് എക്സാം എഴുതിയിരിക്കുന്നത്. അപ്പൊ അതേപോലത്തെ ഒരു കോളേജിൽ പോയിട്ടായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു ഞാൻ മോശമായിട്ട് പറയുന്നല്ല, അവിടെ വന്നതിൽ ഒരു 99% സ്റ്റുഡൻസും തോറ്റിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. ഞാനടക്കം 2-3 പേരുള്ളൂ ഇതേപോലെ എക്സാം എഴുതാൻ പറ്റാതെ ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ട് അങ്ങനെ 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം അത് വേറൊരു മൂഡാണ്. ഈ പറഞ്ഞ പോലെ കുറച്ച് അലമ്പായിട്ടുള്ള, കാരണം പഠനത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മള് മൊത്തത്തിൽ ഈ പറഞ്ഞ ക്ലാസ് കെട്ടിയ അല്ലെങ്കിൽ എന്താ പറയാ കമന്റ്സ് പറയാ, അങ്ങനത്തെ ഒരു മൂഡായിരുന്നു. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിലുണ്ടായത്. പക്ഷെ അതൊരു മോശം ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതികളോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു രസമായിട്ടാണ് എനിക്ക് പലകുമ്പോൾ തോന്നുന്നത്. ഈ പുറകെ ഇരിക്കുന്നവരുടെ ലൈഫ് രക്ഷപ്പെട്ടിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത് പറഞ്ഞു. അങ്ങനെ പുറകെ ഇരുന്ന ആൾക്കാരാണ് അവിടെ എന്റെ കൂടെ പഠിച്ച കൂടുതൽ ആൾക്കാർ. ആരും എങ്ങനെയാ ഇപ്പൊ ഫ്രണ്ട് ബെഞ്ചാണോ ബാക്ക് ബെഞ്ച് ആയിരുന്നോ? ഫ്രണ്ട് ബെഞ്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിപ്പിയായിരുന്നു. പഠിപ്പി അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇല്ല, എനിക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തേർഡ് സെം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ സിനിമയുടെ സമയത്തായിരുന്നു എന്റെ ഫൈനൽ എക്സാം, ബോർഡ് എക്സാം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അത് സത്യമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അത് മാറ്റിവെച്ചു. അത് കഴിഞ്ഞിട്ട് 5th സെമ്മിന് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ തേർഡ് സെം എഴുതി. നോടെന്നല്ല സത്യം പറയുന്നത്. സത്യമായിട്ട് സത്യം പറഞ്ഞ് സാഹിത്യം വന്നപ്പോ കഴിഞ്ഞു. സിനിമയ്ക്ക് വേണ്ടി എന്റെ തേർഡ് സെം വരെ ഉപേക്ഷിച്ചത്. അല്ല ഇത് ഡ്രോളിങ് അല്ല. ഇപ്പൊ ചേട്ടാ കട്ട് ചെയ്തെടുക്കും. ചേട്ടാ ഇത് റോളിങ്, ഇത് പറ്റൂല. ഇത് കട്ട് ചെയ്യാം. സാജു ചേട്ടാ നിങ്ങൾ എന്റെ മുന്നിൽ മനസ്സിലായി. അല്ല വരല്ലേ? ഓക്കെ അല്ല പോയില്ലേ ഇതുവരെ. ഇപ്പൊ പറഞ്ഞിട്ട് അതായത് തേർഡ് സെം എക്സാമിന്റെ സമയത്തായിരുന്നു സിനിമയിൽ ജോയിൻ ചെയ്തത്. ആ സമയത്ത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അല്ല സത്യമായിട്ടോ അല്ല. തേർഡ് സെമ്മിന്റെ എക്സാമിന്റെ സമയത്ത് എനിക്ക് കോളേജിൽ ഞാൻ പെർമിഷൻ എടുത്തിട്ടാണ് പോകുന്നത്. പ്രിൻസിപ്പളിനോട് സാർ ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് തിരിച്ച് പോകാൻ പറ്റിയില്ല. കാരണം ഇന്ന് എക്സാം കഴിഞ്ഞാൽ നാളെ 1 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പം കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്ക് എത്താന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല പാടായിരുന്നു. സോ ആ സമയത്ത് തീരുമാനം എടുത്തത്, അത് എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും ഒറ്റ ആൾക്ക് പറഞ്ഞു ഇത് ഒരു വേണ്ട, ഈ തീരുമാനം ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും അവരെന്നെ സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 5th സെമ്മിന് ഞാൻ ആ എക്സാം എഴുതിയപ്പോ തേർഡ് സെമ്മിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, 5th സെമ്മിന് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. അത്ര പഠിപ്പിയൊന്നും അല്ല, എന്നാലും അല്ല പുള്ളി ഇല്ല കണ്ടിട്ടില്ല. എന്റെ സ്റ്റാറ്റസ് ഒക്കെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു. എന്നുവെച്ചാൽ രണ്ടും എന്നുവെച്ചാൽ വീട്ടില് അതൊരു അച്ഛൻ സ്ട്രിക്റ്റ് ആണ് കുറച്ച്. നീ പഠിപ്പ് കളയരുത്, അഭിനയം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ ആൾക്കാർ ചിലപ്പോ ഒന്നും ആവാണ്ടും അങ്ങനെയും വരും. ഭാഗ്യം പോലെ ഇരിക്കും സിനിമ എന്നൊക്കെ പറഞ്ഞു. രണ്ടും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്തു. എന്തായാലും ഫൈനലി ഞാൻ അധികം കോളേജിൽ പോയി പഠിച്ചിട്ടില്ല. എനിക്ക് പറഞ്ഞ പോലെ ട്യൂട്ടോറിയലിന്റെ അവസ്ഥയാണ്. പക്ഷെ ട്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ രാവിലെ 3 മണിക്കൊക്കെ ആയിട്ട് പഠിക്കുന്നു. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് ലാസ്റ്റ് എനിക്ക് 80% ഉണ്ടായിരുന്നു ഡിഗ്രിയിൽ. ഭയങ്കര സീരിയസ് ആയിട്ട് ഉത്തരം പറയുന്നത്. ഞാൻ കൂളല്ല, ഞാൻ ഭയങ്കര കൂളല്ലേ. പക്ഷെ പുള്ളിയൊക്കെ അതിലൊക്കെ എസ്പെഷ്യലി എടുത്തു പറയേണ്ട സുധീഷ് ചേട്ടനല്ല, നമ്മുടെ ജോണി ആന്റണി സാറ്. പുള്ളി ചേട്ടനുണ്ടായിരുന്നു അന്ന്. ആ സമയത്ത് എന്റെ എക്സാം എന്ന് പറഞ്ഞപ്പോ എക്സാം വിട്ട് കളിക്കരുത്, എക്സാം എഴുതണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പുള്ളി ഭയങ്കര പഠിക്കുന്നത് ഭയങ്കര സപ്പോർട്ടാണ്. ചേട്ടാ ആ സംഭവമായിരുന്നു. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യും. ഞാൻ എനിക്ക് ഷോർട്ടിന്റെ സമയത്ത് സ്ക്രിപ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ആ സമയം എനിക്ക് സീനിലെത്തപ്പോ ഞാൻ എന്റെ ബുക്ക് പഠിക്കുക എന്ന വ്യാജന പുസ്തകം കൊണ്ടുവന്നിരിക്കും ഷോർട്ടിന്റെ മുന്നേ.
ബാലരമയ്ക്കായിരിക്കും, ബാലരമയ്ക്കാണ് കളിക്കൊടുക്കുക, അതൊക്കെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിന്റെ ക്യാരക്ടർ ചേട്ടനെ പോലെ സത്യം പറയൂ, സത്യം പറഞ്ഞു കൊടുക്കുക. അല്ല അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൊക്കേഷനിൽ വന്നിരുന്നിട്ട് അവിടെ പഠിക്കുന്നൊക്കെ പലവട്ടം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു സംഭവം എന്താണ്, അപ്പോഴാണ് അവിടെ എക്സാമിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കാര്യമായിട്ടുള്ള കാര്യം തന്നെ. വിജയേട്ടാ, ഈ പറഞ്ഞ പോലെ ഇതില് ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞില്ല, എന്തായിരുന്നു നമ്മുടെ ഇതിനുള്ള ക്യാരക്ടർ എന്താണ്? മനോജ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇയാള് ഈ ഒരു കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട നടത്തുകയാണ്. പുള്ളിക്ക് ആ കോളേജായിട്ട് ഭയങ്കര ബന്ധമുണ്ട്, വർഷങ്ങളായിട്ട് അവിടെ ഉള്ള ആൾ തന്നെയാണ്. അപ്പോ കോളേജിൽ ഒരു സ്റ്റാഫായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ ഒരു പോർഷൻ ഉണ്ട്. അതിനുവേണ്ടി മാത്രം വരുന്നതാണ്. അത് ആ സിനിമ കാണുമ്പോ മനസ്സിലാവും. നമ്മൾ ഈ സ്ഥിരമായിട്ട് ചായ ഉണ്ട് ഇയാള് വരുന്ന, ഇടയ്ക്കിടയ്ക്ക് ചായ കൊണ്ട് വരുന്ന ഒരു കോളേജ്, ഒരു ട്യൂട്ടോറിയൽ, ഒരു സ്കൂൾ, ഒരു ചായക്കട എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള ഒരു നമ്മൾ കാണുന്ന ഒരു സാധനം. എത്ര പ്രണയങ്ങൾ അവിടെ വെച്ച്. അതെ 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 അതെ. ഇത് ശരിക്കും ഈ കടക്കാരൻ തന്നെയാണ് മീൻസ് പ്രണയം വരുന്നത്. പലപ്പോഴും നമ്മള് അവിടെ മറ്റുള്ള പ്രണയങ്ങൾ ഉണ്ടാവാറാണല്ലോ സാധാരണ, ഇതങ്ങനെയല്ല. അതുപോലെ തന്നെ അവിടുത്തെ വേറൊരു സ്റ്റാഫുമായിട്ടുള്ള ഒരു അയാളുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്രാക്ക്, അതൊക്കെ ഈ ക്യാരക്ടറിന്റെ ഭാഗമാണ്. നമ്മളിപ്പോ ഓണത്തിനാണല്ലോ ഈ പടം ഇറങ്ങുന്നത്. ഓണത്തിന് സദ്യയുടെ 16 കൂട്ടം കറികൾ ഉണ്ടാവും തീർച്ചയായിട്ടും. ഈ നമ്മുടെ സിനിമ ഒരു കൂട്ടം കറിയാണെങ്കിൽ അത് ഏത് കൂട്ടം കറിയായിരിക്കും പ്രേക്ഷകർക്ക് നൽകാൻ? അവിയലായിരിക്കും. കാരണം എന്താ വെച്ചാല് എല്ലാ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പ്രണയമുണ്ട്, എന്താ പറയാ, തമാശകളുണ്ട്, ഇമോഷൻ ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, എല്ലാം ഹൈലൈറ്റ് ചെയ്ത് പ്രായത്തിന്റെ. എന്നാ പിന്നെ ഈ സിനിമ ഇറങ്ങുമ്പോഴാണോ ഞങ്ങളെക്കാട്ടില് കൂടുതൽ റൊമാൻറ്റിക് ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന ആരാണെന്ന് ഇതിൽ കാണാം. ഒരു ടൂർ സോങ് കഴിക്കാം, അതിൽ തന്നെ ഉണ്ട്, കണ്ടാ മതി. ആക്ടർ എന്നുള്ള രീതി കണ്ടാ മതി. ഇവരിക്കുന്ന ആളുടെ റൊമാൻസ് ഇത് കണ്ടാ മതി. അല്ല, ഒരു ആക്ടർ എന്ന രീതിയിൽ ആദ്യമായിട്ട് റൊമാൻസും ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് സോങ് ഒക്കെ ചെയ്യുന്നത് ഞാൻ പറയുക ട്യൂട്ടോറിയൽസിലാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും. ഒരു ആക്ടർ എന്ന രീതിയിൽ നമുക്ക് പല പല വേർഷൻസ് ചെയ്യണം ആഗ്രഹം. നേരത്തെ പറഞ്ഞതാണ് ഒരു അവിയൽ. ആ സോങ്ങില് പുള്ളിയുടെ റൊമാൻസ് ഭയങ്കര ഹൈലൈറ്റഡ് ആണ്, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അത് എനിക്കത് അഭിലാഷേട്ടൻ തന്നെ ഡയറക്ടറാണ് അതിന്റെ പ്രധാന കാരണക്കാരൻ. പുള്ളി ആദ്യം തന്നെ പറഞ്ഞ് എനിക്ക് ഈ ക്യാരക്ടറിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സീനിനെ കുറിച്ചൊക്കെ. ഞങ്ങൾ കുറെ തമാശകൾ അങ്ങോട്ട്, ക്യാമറമാൻ രാഹുൽ ശർമ്മജി ചീഫ് അസോസിയേറ്റ്, ഞങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് ഈ സീൻ എടുക്കണ മുന്നേ. അപ്പോഴൊക്കെ ഇതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. കാരണം നമ്മൾ സ്ക്രീനിൽ ഇത് പ്രസന്റ് ചെയ്യുമ്പം എങ്ങനെയാണെന്ന് നമുക്കൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഭയങ്കര രസമായിരുന്നു. പക്ഷെ അതിന് അധികം ഒന്നും വേണ്ടി വന്നില്ല, ഹാർഡ് വർക്ക് ഒന്നും വേണ്ടി വന്നില്ല. ഇത്രയും ദിവസം സിനിമ വെച്ചിട്ട് ബോൺ ആക്ടർ അല്ലേ, അത് ബോണാണല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പം മലയാള സിനിമയിൽ ഇപ്പൊ ഒരുപാട് ക്രൈസിസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് വാർത്തകൾ കാണുന്നുണ്ടാവും. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് പുതുതായിട്ട് വരുന്ന തലമുറ, നിങ്ങളെപ്പോലെയുള്ള ആക്ടേഴ്സിനെ എങ്ങനെ? കാരണം പുതുതായിട്ട് ഇപ്പം ഒരു ഫാമിലിയിൽ നിന്നിട്ട് ഞാൻ സിനിമയാണ് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പോകരുത്, സിനിമ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഓൾറെഡി നെഗറ്റീവാണ് അവർക്ക് തോന്നുന്നത്. എന്താണ് അവരോട് പറയാനുള്ളത്? സിനിമ എന്ന് പറയുമ്പോൾ ശരിക്കും പറയാം പേടിയാണോ തോന്നുന്നുണ്ട്, അത് പാഷനേറ്റ് ആണോ, ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണോ? എനിക്ക് നമ്മളെന്തിനാ പേടിക്കുന്നത്? ഇതിപ്പോ കുറെ എടുത്ത എല്ലാ ഇന്റർവ്യൂസിലും ചോദിക്കണ്ടായിരുന്നു പേടി എന്തിനാന്ന് നിങ്ങൾ ചോദിക്കുന്നത് മനസ്സിലാവുന്നില്ല. കാരണം നമ്മള് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ പേടിക്കാൻ? എല്ലാ ഫീൽഡിലും എല്ലാ മേഖലയിലും ഉള്ള ഒരു പരിപാടി, എല്ലാ നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ പണി ചെയ്യാൻ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാന്നുള്ളതാണ്. ഇപ്പം സിനിമ തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഉണ്ടാവില്ല. സിനിമയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വർഷങ്ങളായിട്ട് നമുക്ക് കുറച്ച് മൈൻഡ് റിലാക്സ് ആവുന്നത്, അല്ലെങ്കിൽ നല്ല നല്ല മെസ്സേജസ് നമ്മളിലേക്കൊക്കെ എത്തുന്നത് സിനിമ വഴിയാണ്. ആസ് എൻ ആക്ട്രസ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറിയ പ്രായം വരെ സിനിമയിലാവണം, സിനിമയിൽ കയറണം, അഭിനയിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണെങ്കിൽ നമ്മൾ നോ പറയാ. ഇപ്പൊ ചേട്ടൻ എനിക്ക് ചിക്കൻ ബിരിയാണി ഓഫർ ചെയ്താൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല, തീർന്നു. അല്ലാണ്ട് തന്നെ ചേട്ടൻ നല്ലോണം ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചാൽ അത് തെറ്റാണ്. അപ്പൊ അതിന് ഞാൻ പ്രതികരിക്കണം, അപ്പൊ തന്നെ പ്രതികരിക്കണം, സ്പോട്ടിൽ പ്രതികരിക്കണം. വേണ്ടവരും തട്ടിക്കളയാ. ഇപ്പൊ ഈ ഒരു ഇൻഡസ്ട്രി മാത്രമല്ലല്ലോ. ഇപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് അധികം ഒന്നും അറിയത്തില്ല കേട്ടോ. ആസ് എ ന്യൂ കമ്മർ എനിക്ക് ഒത്തിരി ഒന്നും അറിയത്തില്ല. എന്നാലും സിനിമ എനിക്ക് ഒരിക്കലും ഞാൻ സിനിമയെ കുറ്റം പറയത്തില്ല. ഇതിലുള്ള തെറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ലേ, എല്ലാരെയും കൂടി ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. അത് അത്രേ ഉണ്ടാവുള്ളൂ. എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ പൊതുജനം പല വിധമാണ്, അത്രേ ഉള്ളൂ.
എല്ലാം മാറി പുതിയ ഇത് വരുമായിരിക്കും. ഉറപ്പായിട്ടും എന്താ സിനിമയ്ക്ക് ഒന്നും വരാതിരിക്കട്ടെ. ഐ മീൻ സിനിമയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും എല്ലാ മേഖലയിലും എന്താ പറയാ ഇപ്പൊ പ്രശ്നങ്ങളും എല്ലാ വിഷയങ്ങളും മേഖലയിലും ഉണ്ടാവുമല്ലോ പ്രശ്നങ്ങൾ. ഇപ്പൊ ഇത് സിനിമയിലെ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നു. പോപ്പുലർ ആയതുകൊണ്ട് അതൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ കാലത്ത് ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളാണ്. അത് സിനിമയിൽ എടുത്ത് കാണിക്കുന്നു അല്ലെങ്കിൽ അത് പോപ്പുലർ ആയതുകൊണ്ട് എന്നൊന്നും പറയുന്നില്ല. എല്ലാ മേഖലയിലും ഉണ്ടാവുന്ന പോലുള്ള പ്രശ്നങ്ങൾ സിനിമയിലും ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഒരുപാട് പേരെ വളരെ മോശമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവട്ടെ എന്ന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഞാനും ഒരു വളരെ കുഞ്ഞ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളും ആഗ്രഹിക്കുന്നത്. ഈ എന്താ പറയാ കലുഷിതമായ അന്തരീക്ഷം മാറി വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് സിനിമയും എല്ലാ മേഖലയും വരട്ടെ. ചേട്ടൻ പറഞ്ഞ പോലെ പേടിയല്ല തോന്നുന്നത്. ഇപ്പത്തെ ഈ ഒരു ന്യൂസ് ഒക്കെ കേട്ടിട്ട് സങ്കടമാണ് തോന്നിയത്. കാരണം നമ്മളൊക്കെ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അല്ലെങ്കിൽ അത്രയും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ കുറിച്ച് എന്തുതന്നെയായിരുന്നു നമുക്ക് അതിനെ കുറിച്ചുള്ള ട്രൂത്ത് ആയിട്ടുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, പ്രതികരിക്കേണ്ട സാധനം അപ്പൊ തന്നെ പ്രതികരിക്കുക, ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കുക, അത്രേ ഉള്ളൂ. പ്രശ്നം സോൾവ് ആണ്. നമ്മളിപ്പോ എഴുതി കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മുന്നേക്ക് ഇല്ലാന്നാണ്, തീർന്നു. അപ്പം എല്ലാം കലങ്ങി തിരിഞ്ഞ് മലയാള സിനിമ. അപ്പൊ മലയാള സിനിമയുടെ നല്ലൊരു കാലം 2024 പറഞ്ഞു. അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം കലങ്ങി തിരിഞ്ഞ് പഴയ പോലെ ആസ്വദിക്കാനും ഒരുപാട് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ ഒരുപാട് ചിത്രങ്ങൾ ഈ വർഷം ഉണ്ടാകട്ടെ. അതൊരു ചിത്രം പ്രതിഭ ട്യൂട്ടോറിയൽ ആകട്ടെ. എന്താ പറയാനുള്ളത് കൃഷിയോട്? ഉറപ്പായിട്ടും പ്രേക്ഷകർ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. അത് ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രേക്ഷകർ വന്ന് തിയേറ്ററിൽ സിനിമ കണ്ട് കൈയടിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഓടും വിജയിക്കും എന്നുള്ളൊരു സംശയമില്ല. അപ്പൊ പ്രതിഭ ട്യൂട്ടോറിയൽസും അങ്ങനെ ഓടുന്ന വിജയമുള്ള ഒരു സിനിമയായിട്ട് മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളെ ഏൽപ്പിക്കുന്നു. തീർച്ചയായും 13 പ്രതിഭ ട്യൂട്ടോറിയൽ അഡ്മിഷൻ തുടങ്ങുവാണ്. എല്ലാ പ്രേക്ഷകരും വിജയിപ്പിക്കുക. വലിയൊരു ഹിറ്റ് ആവട്ടെ. എത്ര സമയം